ചിന്തിച്ച് ജീവിക്കുന്നവനാണ്. എന്നാൽ ഏറ്റവും വലിയ വിഡ്ഢിയാരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, ഏറ്റവും വലിയ വിഡ്ഢിയാരാണെന്നറിയുമോ? ക്ലാസ്സിൽ പിൻബെഞ്ചിൽ ഇരിക്കുന്നവനല്ല, പരീക്ഷയിൽ പരാജയപ്പെട്ടവനല്ല, അത് നമ്മൾ തന്നെയാണ്. ദുനിയാവിന്റെ പളപളപ്പിൽ മുങ്ങിപ്പോയി മരണത്തെ കുറിച്ചൊരു നിമിഷം പോലും ചിന്തിക്കാതെ അവസാനം അല്ലാഹു എല്ലാം എനിക്ക് പുറത്തു തരുമെന്ന് വെറുതെ വ്യാമോഹിക്കുന്നവനാരാ? അവനാണ് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് ഖാല ശഫീഉനാ റസൂലുള്ളാഹ്. അത് നമ്മെക്കുറിച്ചല്ലയോ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചിരകാലം ഭൂമിയിൽ വാഴാമെന്ന് കരുതല്ലേ, ചിരിയും കളിയുമായി ജീവിതത്തെ നീ തീർക്കല്ലേ. ചിരിയും കളിയുമായി തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം, അത് മരണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ളതാ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് ഈ നശ്വരമാക്കപ്പെട്ട ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതാ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നാം ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ചരിത്ര സംഭവം. യമൻ എന്ന് പറയുന്ന രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു. ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന ഷദ്ദാദ് എന്നു പേരുള്ള അഹങ്കാരിയായ രാജാവായിരുന്നു അവിടം ഭരിച്ചിരുന്നത്. തന്നെക്കാളും വലിയ രാജാവ് ഈ ഭൂലോകത്തുണ്ടാവരുതെന്ന് ഷദ്ദാദിന് വാശിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഷദ്ദാദ് എന്നു പേരുള്ള ഈ രാജാവ് സ്വർഗത്തിനെ കുറിച്ച് കേൾക്കാൻ ഇടവരികയാണ്. രാജാതിരാജനായ പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് കേട്ടപ്പോ ഷദ്ദാദിന് വാശിയായി. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. എന്നെ വെല്ലാൻ മാത്രം അനുഗ്രഹം നിറച്ചൊരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തെ തോൽപ്പിക്കുന്ന മറ്റൊരു സ്വർഗം ഞാൻ പണിയെടുപ്പിക്കുമെന്ന് ഷദ്ദാദ് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ തന്റെ ആയിരക്കണക്കിന് വരുന്ന കിങ്കരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളോളം പണിയെടുപ്പിക്കുകയാണ് ഷദ്ദാദ്. അളവറ്റ സമ്പത്തുകൾ ചിലവഴിച്ചുകൊണ്ട് സ്വർണത്താൽ നിർമ്മിതമായ വലിയ വലിയ കൊട്ടാരങ്ങളും മുത്തുപവിട മാണിക്ക വൈഡൂരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനങ്ങളും ഒരുക്കി വെച്ച് ഒരു നാളതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാ. നാട് മുഴുവൻ ഒരു ഉത്സവത്തിന്റെ തോന്നലാണ്. കാരണമെന്താ? ഇന്ന് ഷദ്ദാദ് രാജാവിന്റെ കൊട്ടാരം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയതാ ആ സുന്ദരമായ മുഹൂർത്തം കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രജകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഷദ്ദാദ് രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് കാലെടുത്തു വെക്കുകയാ. ഓ സമയത്തതാ ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വന്ന് തന്റെ സലിഷ്ടമായ കരങ്ങൾ കൊണ്ട് ഷദ്ദാദ് രാജാവിനെ പിടിച്ചു വെക്കുകയാ. വെറുപ്പോടുകൂടി ഷദ്ദാദ് ചോദിക്കുന്നു, ചീ ആരടാ നീ? മാറി നിൽക്കടാ എന്റെ മുന്നിൽ നിന്നെന്ന് പറഞ്ഞപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യന് പറയുകയാ, ഞാൻ ആരാണെന്നറിയുമോ ഷദ്ദാദ്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും റൂഹ് പിടിക്കാൻ വേണ്ടി രാജാതിരാജനായ പടച്ച തമ്പുരാന് നിയോഗിച്ച ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായിൽ ആനടാ ഞാനെന്ന് പറഞ്ഞപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് നെട്ടിവിറച്ചുകൊണ്ട് ഷദ്ദാദ് അസ്റായിലിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇപ്പോൾ കയറി വന്നത് അസ്റായിൽ എന്ന് ചോദിക്കുന്ന സമയത്തതാ മഹാനായ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നിന്റെ അവധി ഇവിടെ അവസാനിച്ചിരിക്കുകയാ, നിന്റെ മരണം അടുത്തിരിക്കുകയാ, നിന്റെ ആത്മാവിനെ രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോ
ഭയന്ന് വിറച്ചുകൊണ്ട് ഞെട്ടിവിറച്ചുകൊണ്ട് സദ്ദാദ് അസ്റായീലിനോട് കേണപേക്ഷിക്കുകയാണ്. അല്ലയോ എന്റെ പ്രിയപ്പെട്ട അസ്റായീൽ, ഒരു നിമിഷമെങ്കിലും എനിക്ക് നീ ആയുസ് നീട്ടിത്തരുമോ അസ്റായീൽ? ഞാൻ വർഷങ്ങളോളം ചെലവഴിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്തുകൾ ചിലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച എന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ എന്റെ കാലുകൾ ഒന്ന് എടുത്തു വെക്കട്ടെ അസ്റായീൽ? ആ സ്വർഗം ഒരു നിമിഷമെങ്കിലും കണ്ട് ഞാൻ സന്തോഷിക്കട്ടെ. ഇല്ല ഇല്ല, ഒരു നിമിഷം പോലും നിനക്കിനി ആയുസില്ല എന്ന് പറഞ്ഞുകൊണ്ട് താര് നിർമ്മിച്ച സ്വർഗത്തിന്റെ പടിവാതിലിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങിയ ശദ്ദാദ് രാജാവിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിൽ നിന്നൊരിക്കലും രക്ഷയില്ല, മരണത്തിൽ നിന്നൊരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഏകാന്തനായി കിടക്കേണ്ട മണ്ണറയെ കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയായിരുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. ദിവസേന ഖബറിന്റെ മുകളിലൂടെ ചവിട്ടിക്കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് ഈ ചരിത്രത്തിൽ പാഠമുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉസ്മാൻ തങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നറിയുമോ? സ്വർഗത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ചങ്ങാതിയുണ്ട്. സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ അത് എന്റെ പ്രിയപ്പെട്ട ഉസ്മാനാണ്. ആ ഉസ്മാൻ തങ്ങളാ ഖബർ കണ്ടാല് പൊട്ടിക്കരയുന്നത്. ആ ഉസ്മാൻ തങ്ങളാ ഖബർ കണ്ടാല് പൊട്ടിക്കരയുന്നത്. ആ സമയത്ത് വളരെ അത്ഭുതത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാ, എന്തു പറ്റി ഉസ്മാൻ? എന്താണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഖബർ കണ്ടാല് പൊട്ടിക്കരയുന്നത്? നിങ്ങൾ സ്വർഗത്തിലാണെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ വീടുകളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാണ് ഖബർ. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ട അൽഹംദുലില്ലാഹ്, അവൻ എന്നേക്കുമായി രക്ഷപ്പെട്ടിരിക്കുകയാ. അവനെന്നും സമാധാനമാണ്, സന്തോഷമാണ്. അതല്ല, അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയാ നഊദു ബില്ലാഹ്, അവൻ എന്നേക്കുമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലും മരണത്തെ ഓർത്ത് ഖബറിനെ ഓർത്ത് കരഞ്ഞുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയായിരുന്ന ഉസ്മാൻ, ഉസ്മാനെ നീ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ജീവിതകാലത്ത് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഖബർ കണ്ടാൽ പൊട്ടിക്കരയുന്ന മഹാൻ. ഖബർ കണ്ടാൽ പൊട്ടിക്കരയും, ചെറിയ കുട്ടികളെ പോലെ കരയുമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വഹാബകൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവിടെ രക്ഷപ്പെട്ട, ആ ഖബറിനകത്ത് രക്ഷപ്പെട്ട പിന്നെ അവനിക്കൊന്നും പേടിക്കാനില്ല. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയാലാണ് പ്രശ്നമുള്ളത്. അവിടെ പരാജയപ്പെട്ടു പോയോ പിന്നെ അവനിക്ക് എവിടെയും പരാജയമാണ്. ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അറിയണം പ്രിയപ്പെട്ട സഹോദരാ, കേൾക്കണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമ, സ്വർഗത്തിലെ നാരികമാരുടെ നായികയായ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമെന്ന് ഇബ്ദത്തും മിന്നീ ഫാത്തിമ, ഫാത്തിമ എന്റെ പൊന്നുമോളെ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിശേഷിപ്പിച്ച മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ
ആ മഹദിയുടെ ജനാസ വഹിച്ചു കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ട സ്വഹാബാക്കൾ. അങ്ങനെ ജന്നത്തുൽ ബഖീൽ ഫാത്തിമ ബീവിക്ക് തയ്യാറാക്കി വെച്ച കബറിഞ്ഞെടുത്ത് ആ മഹദിയുടെ ജനാസ ഇറക്കി വെച്ച് ഇസ്ലാമിന്റെ 4ാം ഖലീഫയും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവുമായ സയ്യിദുനാ അലിയുൽ മുർത്തള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഖബറിനോട് പറയുകയാണ്, അല്ലയോ ഖബറേ, അല്ലയോ ഖബറേ, നിന്റെ മുന്നിൽ കിടക്കുന്ന ഈ ജനാസ ആരുടേതാണെന്നറിയുമോ? നിന്റെ മുന്നിൽ കിടക്കുന്ന ഈ ജനാസ ആരുടേതാണെന്നറിയുമോ? സ്വർഗത്തിലെ നാരിമാരുടെ നായികയായ ഫാത്തിമയുടെ ജനാസയാണ് ഈ കിടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുപോലുള്ള ജനാസയാണ് ഈ കിടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ ഖബറിനോട് വിളിച്ചു പറഞ്ഞപ്പോ ഖബറിൽ നിന്നും അതാ ഒരു അശരീരി കേൾക്കുകയാ, ലൈസ ഹാദാ മൗളിഅൻ നസബി വലാ ഹസബി. ഇതൊരിക്കലും തറവാട് മഹിമയെ കുറിച്ച് പറയാനുള്ള സ്ഥലമല്ല. ഫാത്തിമ ബീവി ഹബീബിന്റെ പുത്രിയായിക്കോട്ടെ, അതൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. മറിച്ച് ഫാത്തിമ ബീവി എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഫാത്തിമ ബീവിക്ക് രക്ഷപ്പെടാം. അല്ലാതെ തറവാട് മഹിമയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല. ഖബർ പറയുകയാണ്, ആരെങ്കിലും ആയിക്കോട്ടെ, ഹബീബിന്റെ പുത്രി ആയിക്കോട്ടെ, ഫാത്തിമ ബേബി ആരുടെയെങ്കിലും ഏത് കൊലകൊമ്പന്മാരുടെ മക്കളുമായിക്കോട്ടെ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തറവാട് മഹിമയെ കുറിച്ച് പറയാനുള്ള സ്ഥലമല്ല ഇത്. ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാത്തിമ ബേബിക്ക് രക്ഷപ്പെടാം. അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരുപാട് വിളിച്ചു കൂവിയത് കൊണ്ട് ഫാത്തിമ ബേബി ഒരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല. ഫാത്തിമ ബിയുടെ അവസ്ഥയാണ് പറയുന്നത്. നബി തങ്ങളുടെ പുന്നാര മകളല്ലേ. അപ്പോ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന സഹോദര സഹോദരിമാർ എത്രത്തോളം നീചമായ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് പത്രമാധ്യമങ്ങളിൽ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം കാണാൻ കഴിയുന്നത് കാമുകന്റെ കൂടെ അല്ലെങ്കിൽ കാമുകിയുടെ കൂടെ ഒളിച്ചോടുന്ന രംഗമാണ്. അതും നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര്. കേരളത്തിന്റെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് അപമാനമുണ്ടാക്കിയിട്ട് അവരെ കണ്ണീരിലാക്കിയിട്ട് ഒളിച്ചോടുന്ന യുവതി യുവാക്കൾ എത്ര. ഈയടുത്തല്ല ഒരു മുസ്ലിം പെണ്ണ് തന്റെ കല്യാണ ദിവസത്തില് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയത്. എന്നിട്ട് അവരുടെ ആചാരപ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സഹോദര സഹോദരിമാരെ കാക്കുമാറാകട്ടെ. എത്രയോ മാതാപിതാക്കൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കോടതികളുടെ മുറികളിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ണുനീരളിപ്പിക്കുന്ന രംഗങ്ങൾക്ക് കേരളം എത്രയാ സാക്ഷ്യം വഹിച്ചത്. മഗ്രാനിൽ വെച്ച് എന്റെ വയത് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങളെ പോലെയുള്ള പല മക്കളുടെയും പ്രവർത്തനം കൊണ്ട് നമ്മുടെ കൊച്ചു കേരളം എത്ര കണ്ണീരാ കണ്ടതെന്നറിയുമോ? എത്ര കണ്ണീരാ കണ്ടതെന്നറിയുമോ? ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? സ്കൂളുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന പുന്നാര മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞു തരികയാ. ദുബായിലുള്ള ബാപ്പാക്ക് ഫോൺ ചെയ്തുകൊണ്ട് പറയുകയാണ്, ബാപ്പാ എനിക്കൊരു മൊബൈൽ ഫോൺ കൊടുത്തയക്കണേ ബാപ്പാ. ക്യാമ്പസിലേക്ക് ചെല്ലുന്ന സമയത്ത് കയ്യിൽ പിടിക്കാൻ എനിക്കൊരു മൊബൈൽ ഫോണില്ല. എന്റെ ചങ്ങാതിമാരുടെ കയ്യിലല്ല മൊബൈൽ ഫോണുണ്ട്. ജമീലയുടെ കയ്യിൽ ഫോണുണ്ട്, സത്താറിന്റെ കയ്യിൽ ഫോണുണ്ട്, ഫിറോസിന്റെ കയ്യിൽ ഫോണുണ്ട്. അവരെല്ലാം എന്നെ കളിയാക്കി ചിരിക്കുകയാ. എനിക്ക് കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് കയ്യിൽ പിടിക്കാൻ എനിക്കൊരു മൊബൈൽ ഫോണില്ല. എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുകയാ, എല്ലാവരും എന്നെ പരിഹസിക്കുകയാ. അതുകൊണ്ട് ബാപ്പാ ദുബായിൽ നിന്ന് എനിക്ക് നല്ല ഒരു മൊബൈൽ ഫോൺ കൊടുത്തേക്കണമെന്ന് പൊന്നാര മകളല്ലെങ്കിൽ പൊന്നുമോനെ വിളിച്ചു പറയുമ്പോ ബാപ്പയതാ നല്ല വില കൂടിയ ആഡംബര സമ്പന്നമായ മൊബൈൽ ഫോൺ കൊടുത്തേക്കുകയാ. ആ മൊബൈൽ ഫോണിൽ നിന്നാണ് എല്ലാ വേണ്ട വൃത്തികളും പഠിക്കുന്നത്. ആദ്യം ചാറ്റിങ്ങിലൂടെ പ്രവർത്തനം തുടങ്ങിയിട്ട് പിന്നീട് മിസ് കോളായിട്ട് മാറുമ്പോ അവസാനം അവനിലേക്ക് അങ്ങ് ലയിച്ചു പോകുമ്പോ പിന്നെ വീട്ടുകാരെന്നില്ല
ആരെന്നില്ല, നാട്ടുകാരെന്നില്ല, കൂട്ടുകാരെന്നില്ല, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അവളെ പോവുകയാ. തന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയെ വേണ്ട, തന്നെ വളർത്തി വലുതാക്കിയ ബാപ്പയെ വേണ്ട, തന്നെ പഠിപ്പിക്കാൻ വേണ്ടി വിദേശ രാജ്യത്ത് പോയി രാവും പകലുമില്ലാതെ ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്തിട്ട് ഓരോ മാസവും 1000, 10,000, 15,000 കൊടുത്തയക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹോദരന് നിനക്ക് ആവശ്യമില്ല. അവളൊരുത്തനെ കണ്ടെത്തിയില്ലെങ്കിൽ അവനൊരുത്തിയെ കണ്ടെത്തി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ അതാ അവൾ ഇങ്ങനെ ഇറങ്ങി ഓടുകയാ. ഇതുവരെ തന്നെ മുലയോട്ടി വളർത്തിയ മാതാവിനോടൊരക്ഷരം ആലോചിച്ചില്ല, ഉപ്പയോടൊരക്ഷരം മിണ്ടിയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങി പോവുകയാ. കോടതിയിൽ വെച്ച് നൊന്തുപറ്റ മാതാവും പിതാവും നിൽക്കുന്നുണ്ട്. അപ്പുറത്തതാവൻ ഇന്നലെ കണ്ടെത്തിയ പെണ്ണ് നിൽക്കുന്നുണ്ട്. അപ്പുറത്തതാവൾ ഇന്നലെ കണ്ടെത്തിയ ചക്കന് നിൽക്കുന്നുണ്ട്. അവൻ ഏത് മതക്കാരനായാലും പ്രശ്നമില്ല, അവൻ ഏത് ജാതിക്കാരനായാലും വിരോധമില്ല. ആ കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുകയാണ്, നീ ആരുടെ കൂടെയാ പോകുന്നത്? നീ ആരുടെ കൂടെയാ പോകുന്നത്? നിന്നെ 10 മാസം ഗർഭം ചുമന്ന്, നിന്നെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് ആ പ്രസവത്തിന് ശേഷം നിന്നെ പാലോട്ടി തേനോട്ടി വളർത്തിയ, തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അവർക്കൊരു പനി പിടിച്ചാൽ വരെ ശരിക്കൊന്നും ഉറങ്ങാൻ കഴിയാതെ ഉമ്മയുടെ മടിത്തട്ടിൽ നിങ്ങളെ വിസർജിച്ച വിസർജ്യങ്ങളില്ലേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിലായാൽ പോലും മറുകൈ കൊണ്ട് വാരിക്കോരി വൃത്തിയാക്കിയ ആ ഉമ്മയുടെ കൂടെ പോകുന്നു. അതോ നിനക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കൂടെ പോകുന്നു. അതോ നീ ഇന്നലെ കണ്ട ഈ ചെക്കന്റെ പിന്നാലെ പോകുന്നു, ഈ പെണ്ണിന്റെ കൂടെ പോകുന്നു എന്ന് കോർട്ടിൽ വെച്ച് ജഡ്ജി ചോദിക്കുമ്പോ ഞാൻ പോവുകയാ. ഇന്നലെ കണ്ട രാഹുലിന്റെ കൂടെയാ ഇറങ്ങുന്നത്, ഇന്നലെ കണ്ട ജോസഫിന്റെ കൂടെയാ ഇറങ്ങുന്നത്, ഇന്നലെ കണ്ട സുരേഷിന്റെ കൂടെയാ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടിക്കരയുന്ന ഹൃദയത്തിന്റെ ഉടമയായ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച എത്രയോ ക്യാമ്പസുകളിലെ പ്രണയമെന്ന ചതിക്കുടിയിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, സഹോദരന്മാരെ, ആലോചിക്കണം. നിങ്ങള് ആരെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ നൊമ്പരപ്പെടുത്തുന്നത്? ആ ശാപത്തിന്റെ കണ്ണുനീര് ഏത് കാലത്താണ് തോരുക? ആ ശാപത്തിന്റെ കണ്ണുനീര് ഏത് കാലത്താണ് തോരുക? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ സാന്ദർഭികമായി നിങ്ങൾ ഓർക്കേണ്ടതാണ്. കൽബ് പൊട്ടിയിട്ട് കണ്ണുനീരോടുകൂടി ഉമ്മ പറയുകയാണ്, പോകല്ല മോളെ, പോകല്ല മോളെ. ഉമ്മയാണ് മോളെ നിന്നോട് പറയുന്നത്, നീ വേഗം വന്നിട്ട് വണ്ടിയിലേക്ക് കേറ്, നീ ആ യുവാവിന്റെ കൂടെ പോകല്ലേ മോളെ, നീ ആ ചക്കന്റെ കൂടെ ഇറങ്ങിപ്പോകല്ലേ മോളെ. എന്റെ മകള് ഹറാമീയത്തിന് കൂട്ടുനിൽക്കണ്ട, എന്റെ മകൾ അധപ്പതനത്തിന് വേണ്ടി കൂട്ടുനിൽക്കണ്ട എന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഉമ്മ പറയുമ്പോൾ, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ബാപ്പ പറയുമ്പോ, ഞാൻ അവന്റെ കൂടെയാണ് പോകുന്നത്, ഞാൻ ആ കണ്ടവന്റെ കൂടെയാ പോകുന്നത് എന്ന് പറഞ്ഞിട്ടതാ വളരെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി മുഖം വെട്ടിച്ചുകൊണ്ട് കടന്നു പോയ പെണ്ണേ, ആ പെണ്ണിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് കണ്ടോ നിങ്ങള്? ഭ്രാന്തിയായി നടക്കുന്നവരില്ലേ, മനോരോഗം സംഭവിച്ചവരില്ലേ, വൃക്കകൾക്ക് തകരാറ് വന്നവരില്ലേ, അവസാനം എല്ലാം കഴിഞ്ഞിട്ട് സുസൈഡ് ചെയ്തിട്ട് ജീവനെടുക്കുന്നവരില്ലേ? ഉമ്മയുടെ നെഞ്ചത്ത് ഉമ്മയുടെ നൊന്തുപറ്റ ഗർഭപാത്രം അടങ്ങുന്ന ഭാഗത്തേക്ക് പുഷ്ടി ചുരുട്ടിയിട്ട് കൈകൊണ്ട് ഇടിച്ചവരില്ലേ, കാലുകൊണ്ട് തൊടിച്ചവരില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത് നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിക്കുകയാ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ പെണ്ണുങ്ങള് അങ്ങാടിച്ചണ്ടിയെ പോലെ നടന്നതുപോലെ നിങ്ങൾ നടക്കല്ലേ എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അനിവാര്യ ഘട്ടത്തിൽ ഒരു പെണ്ണിന് പുറത്തിറങ്ങേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ്. പുറത്തിറങ്ങാണ്ടിരിക്കാൻ പറ്റൂല ഏത് സ്ത്രീകളായാലും. അതുകൊണ്ട് പുറത്തിറങ്ങണം. അതിനുള്ള വഴി എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പറയുന്നു, ഫല്യഖ്റുജ്ന വഹിന്ന തഫിലാത്ത്. അന്യപുരുഷന്മാർ കണ്ടാൽ ആകർഷിക്കാത്ത ഒരു വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അവരുടെ മുടി അന്യപുരുഷന്മാര് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, മുടി ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുറിഞ്ഞു പോകുന്ന മുടി പോലും അന്യപുരുഷന്മാര് കാണാൻ പാടില്ല എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഇതിന് വിഘാതമായി പെണ്ണ് പ്രവർത്തിച്ചത് കൊണ്ടാണ് രാജ്യത്ത് ഇന്നും നമ്മുടെ സഹോദരിമാർ വേണ്ടാത്തരത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്, ഫ്രീഡം വേണമെന്ന് വാദിക്കുന്ന ഫെമിനിസ്റ്റുകളോട് വളരെ വ്യക്തമായി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കടന്നു വരണം, നിങ്ങൾ കടന്നു വരണം. ബലാത്സംഗങ്ങളില്ലാത്ത, തട്ടിക്കൊണ്ടുപോകലില്ലാത്ത ലോകം കാണണോ? നമ്മുടെ സഹോദരിമാര് വളരെ സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ജീവിക്കുന്ന ലോകം കാണണോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്ന് നമ്മുടെ സഹോദരിമാർക്ക് നൽകിയ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, പെങ്ങളെ, നിങ്ങൾ കുത്തൊഴിഞ്ഞ് ജീവിക്കാൻ പറ്റൂല, നിങ്ങൾ കുത്തൊഴിഞ്ഞ് ജീവിക്കാൻ പാടില്ല, അന്യപുരുഷന്മാരെ കാണത്തക്ക വിധം നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങളുടെ സകലമാന പ്രവർത്തനങ്ങളെ കുറിച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ വിചാരണ ചെയ്യുമെന്നാണ് ഇന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് പറഞ്ഞ ആ അധ്യാപനമുണ്ടല്ലോ, ആ പ്രഖ്യാപനം. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഏത് സ്ത്രീകളായാലും ആ പെണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല, ഒരു വിഷമവും ഉണ്ടാകില്ല, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇന്നത്തെ സഹോദരിമാരുടെ രംഗപ്രവേശനം കാണുമ്പോ സത്യത്തിൽ നമ്മളൊക്കെ അമ്പരന്ന് പോവുകയാണ്. എന്തൊരു സമുദായമാണ്! അതല്ലേ ഒരു കവി പാടിയത്, മദനപ്പൂമേനി നീ കാട്ടല്ലേ, പെണ്ണെ നാദന വിട്ട് കളിക്കല്ലേ, ചെത്തിമിനുക്കി നടക്കല്ലേ, പൊന്നെ അന്യര് മൊത്ത് കറങ്ങല്ലേ, തുണിശോപ്പിൻ നിരകളിൽ നിറയുന്നു മഹിള, വീടു വിട്ടിട്ടിറങ്ങാനായി അവർ ചെയ്യുന്നടവും, ഇരുളിന്റെ മറവിലും കറങ്ങുന്നതവള, ഷോപ്പിങ്ങിൻ താപ്പാലേ അങ്ങാടി തെണ്ടുന്നോൾ, മേക്കപ്പിൻ ചൊങ്കാലേ പൊങ്കിൽ വീടരുന്നോൾ, ചെവിക്കുള്ളിൽ മൊബൈലിന്റെ കിളിനാദ സ്വരവും, കാമുകന്റെ വാക്കു കേട്ടിട്ടലയുന്നു മനവും, വീടു വിട്ടിട്ടിറങ്ങാനായി അവർ ചെയ്യുന്നടവും, കേട്ട് തകരുന്നു കൂട്ടു കുടുംബവും, ആടിത്തിമർക്കുന്നു കാട്ടാളക്കൂട്ടങ്ങൾ, മദനപ്പുമേനി നീ കാട്ടല്ലേ, പെണ്ണെ നാദന വിട്ട് കളിക്കല്ലേ, ചെത്തിമിനുക്കി നടക്കല്ലേ, പൊന്നെ അന്യര് മൊത്ത് കറങ്ങല്ലേ. എന്തൊരു മനോഹരമായ കവിതയാണ്! കേൾക്കാനും നല്ല സുഖം, പറയുവാനും പാടുവാനും എന്തൊരു സുഖമാണ്! എന്തൊരു അർത്ഥവത്തായ സാരവത്തായ ഒരു പോയമാണത്, ഒരു ഗീതമാണത്. നമ്മുടെ അവസ്ഥയാണ് പറയുന്നത്, നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥയാണ് ഇതിൽ വ്യക്തമായിട്ട് അതിൽ പരാമർശിക്കുന്നുണ്ട്. ആ കവി വ്യക്തമായി ആ പാട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ആ ഗീതത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ആ ഒരൊറ്റ ഗീതം കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥയാണ് ഇതിലൂടെയൊക്കെ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നരകത്തിന് പണം കൊടുത്ത് വാങ്ങാൻ നാം തയ്യാറാവരുത്. അറിയുമോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാ, പുന്നാര നബി തങ്ങൾ പൊത്തിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ സമയത്തതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും കടന്നു വരികയാ. എന്നിട്ട് ചോദിക്കുന്നു, ബാപ്പാ യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോളെ ഫാത്തിമ, എനിക്ക് മിഅ്റാജിന്റെ രാപ്രയാണമുണ്ടായല്ലോ. ആ രാപ്രയാണമുണ്ടായ സമയത്ത് 7 വിഭാഗം സ്ത്രീകള് അവര് 7 തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ. അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഏതാണ് ആ 7 വിഭാഗം സ്ത്രീകള്, എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്ന ശിക്ഷ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചതിൽ നിന്നും 7 വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത്, മോളെ ഫാത്തിമ, ഞാൻ ആദ്യമായി കണ്ട സഹോദരിമാർ അനുഭവിക്കുന്ന ശിക്ഷ, ഞാൻ ആദ്യമായിട്ട് കണ്ട സഹോദരിമാർ അനുഭവിക്കുന്ന ശിക്ഷ, ഒരു പെണ്ണിനേതാ അവരുടെ മുടി കൊണ്ട് കെട്ടിയിരിക്കുകയാ, ഒരു പെണ്ണിനേതാ അവരുടെ ശരീരമാസകലം അവരുടെ മുടി കൊണ്ട് വിരിഞ്ഞ് കെട്ടിയിരിക്കുകയാ, കൈകാലുകൾ നിവർത്താൻ കഴിയാതെ അവൾ അവിടെ കിടന്ന് ഉരുളുകയാ, അവളുടെ മൂർധാവ് പൊട്ടിയിട്ട് ചീഞ്ചലം പുറത്തു വരുന്നു ഫാത്തിമ, അവൾ അവിടെ കിടന്ന് അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാ. ഞാൻ ആ സമയത്ത് ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ, മുടി കൊണ്ട് കെട്ടപ്പെട്ട് മൂർധാവ് പൊട്ടിയൊലിച്ച് ചീഞ്ചലം പുറത്തു വരുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ആരാണെന്ന് ചോദിക്കുമ്പോ മറ്റാരുമല്ല, അത് അന്യപുരുഷന്മാരെ തൊട്ട് മുടി മറക്കാത്ത പെണ്ണാ. എന്റെ സ്നേഹനിധികളായ സഹോദരിമാരെ, നിങ്ങൾ ധരിക്കുന്ന തട്ടമുണ്ടല്ലോ, നിങ്ങൾ ധരിക്കുന്ന മഫ്തയുണ്ടല്ലോ, അത്തരം മഫ്ത ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പെണ്ണേ, നിങ്ങൾ നാളെ മൂർധാവ് പൊട്ടിയൊലിച്ച് ചീഞ്ചലം പുറത്തു വരുന്നവരായി മാറുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ധരിച്ചിരിക്കുന്ന തട്ടത്തിന്റെ മുകൾ ഭാഗത്തായി ഒന്ന് തൊട്ടു നോക്കണേ. അന്യപുരുഷന്മാരെ മുടി കാണുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കോ, അപകടമാണ്, അപകടമാണ്. അതുകൊണ്ട് നരകത്തിന് പണം കൊടുത്തു വാങ്ങാൻ നാം തയ്യാറാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനേ. അതുപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്, നമ്മുടെ സഹോദരിമാർക്കൊക്കെ പ്രത്യേകം പഠിക്കാനുള്ള ഓരോരോ സംഭവങ്ങൾ. 3 കബറുകൾ കുടിച്ചൊരു സംഭവം. 3 കബറുകൾ കുടിച്ച് ജോലിക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് മയ്യിത്ത് ഇറക്കി വെക്കാൻ വേണ്ടി. അങ്ങനെ ജോലിക്കാരിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്നും 2 മാലാഖമാർ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയുകയാണ്, ഉക്തുബ് ഫർസഖൻ ഫീ ഫർസഖിൻ, ഒരു ഫർസഖ് നീളവും ഒരു ഫർസഖ് വീതിയുമാകട്ടെ ഈ 1ാമത്തെ കബർ. 2ാമത്തെ കബറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉക്തുബ് മീലൻ ഫീ മീലിൻ, 1 മൈൽ നീളവും 1 മൈൽ വീതിയുമാകട്ടെ ഈ 2ാമത്തെ കബർ. 3ാമത്തെ കബറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉക്തുബ് ഫിത്റൻ ഫീ ഫിത്റിൻ, ഒരു ചെറിയ കൈവിരലുകളുടെ അത്ര സങ്കുചിതമായ കബറാകട്ടെ ഈ 3ാമത്തെ കബർ. ഈ സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്, പെട്ടെന്ന് ഞെട്ടിയുണ എഴുന്നേറ്റു. എന്നിട്ടിങ്ങനെ നോക്കുകയാണ് 1ാമത്തെ കബറിലേക്ക് വരുന്നത് ആരാണെന്നറിയാൻ. അങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുകയാണ്, ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ 1ാമത്തെ കബറിലേക്ക് വരുന്നത് ആരാണെന്നറിയുമോ? ലോ യുബഉ ബിഹി, ആരും മൈൻഡ് ചെയ്യാത്ത ഒരാൾ, ആർക്കും കണ്ടു പരിചയമില്ലാത്ത ഒരാൾ, ഒരു ഫർസഖ് നീളവും ഒരു ഫർസഖ് വീതിയുമാകട്ടെ 1ാമത്തെ കബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാലാഖമാർ പറഞ്ഞ ആ 1ാമത്തെ കബറിലേക്കാണ് ഈ മഹാനായ മനുഷ്യനെ കൊണ്ടുവന്നുകൊണ്ട് കിടത്തുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ വീണ്ടും നോക്കി നിന്നു, 2ാമത്തെ കബറിലേക്ക് വരുന്നത് ആരാണെന്നറിയാൻ. അങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ 2ാമത്തെ കബറിലേക്ക് വരുന്നത് സാത്വികനായ ഒരു മനുഷ്യനാണ്, സ്വാലിഹായി ജീവിച്ചൊരു മനുഷ്യനാണ്. അതിനുശേഷം ഞാനിങ്ങനെ നോക്കി നിന്നു, സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ കൈവിരലുകളുടെ അത്ര സങ്കുചിതമായ കബറാകട്ടെ ഈ 3ാമത്തെ കബറിനെ എന്ന് നോക്കി പറഞ്ഞ ആ 3ാമത്തെ മണ്ണരട വെക്കുന്നത് ഒരു പെണ്ണിനാണ്. എങ്ങനെയുള്ള പെണ്ണാണെന്നറിയുമോ? ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, മുത്രിഫതം മിൻ വജൂഹിൽ ബലദി, നാടുകളിൽ ആവാസം ചെയ്ത് ജീവിച്ച ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ദുനിയാവിൽ തിമിർത്താട് ജീവിച്ച ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു വനിതയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സഹോദരിമാരിൽ നമ്മുടെ സഹോദരിമാരെ പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു
ഒരനുഭവം പറയുന്നുണ്ട് ബസ്രയിൽ നടന്നത്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ നാടും തറവാടും എല്ലാവരും ഉള്ളത് ബസ്രയിലാണ്, ജോലി മദീനത്തും. അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം മദീനയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് ലഭിക്കുകയാണ്, ഒരു വാർത്ത ലഭിച്ചു. തന്റെ പെങ്ങൾ അസുഖം ബാധിച്ച് വീട്ടിൽ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് വേഗം ചെന്നു ബസറയിലേക്ക്. എന്നിട്ട് തന്റെ സഹോദരിയെ ശുശ്രൂഷിച്ചു, എല്ലാ പരിപാലനങ്ങളും നൽകി, ശുശ്രൂഷ നൽകി, എല്ലാ സ്വാന്തനങ്ങളും നൽകി. എന്ത് പറയാൻ, എല്ലാവരും മരിക്കും. ആ സഹോദരി മരണപ്പെട്ടുപോയി. ആ സഹോദരി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോയി. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ചേർന്ന്, സഹോദരനൊക്കെ ചേർന്ന് മറവ് ചെയ്യാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് തന്റെ സഹോദരിയെ മറവ് ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ എന്റെ സഹോദരിയെ ആ ഖബറിൽ മറമാടുന്ന സമയത്ത് തന്റെ വിലപ്പെട്ട ഒരു പണസഞ്ചി, തന്റെ വിലപ്പെട്ട ഒരു വസ്തു ആ ഖബറിനകത്ത് വീണുപോയിട്ടുണ്ട്. അതെടുക്കാൻ ഞാൻ മറന്നുപോയിരിക്കുകയാണ്. എന്നിട്ട് വേഗം കൂട്ടി തന്റെ സഹോദരനെയും കൂട്ടി, തന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി ഖബർസ്ഥാനിലേക്ക് ചെന്നു. എന്നിട്ട് ആ ഖബർസ്ഥാനിൽ നല്ല ആഴത്തിലങ്ങ് മാറ്റി നോക്കിയപ്പോ തന്റെ വിലപ്പെട്ട പണസഞ്ചി ലഭിച്ചു. തന്റെ ആ വിലപ്പെട്ട പണസഞ്ചി, ആ പണ വസ്തു ലഭിച്ചു. അപ്പൊ കരുതി തന്റെ സഹോദരി ഒന്ന് നോക്കിയിട്ട് പോകാം, തന്റെ പെങ്ങളൊന്ന് നോക്കിയിട്ട് പോകാം. ഇപ്പം മറവ് ചെയ്ത ഖബറാ, ഇപ്പം മറവ് ചെയ്തിട്ട് പോയ പെങ്ങളാണ്. എന്നിട്ട് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, തനഹ, നീ ഒന്ന് മാറി നിൽക്കടാ, ഞാൻ എന്റെ സഹോദരി ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടതാ ആ ഖബറിന്റെ മുകളിലുള്ള മീസാ കല്ലൊന്ന് ഉയർത്തി നോക്കിയപ്പോ അവിടെ കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? ഫൈദാ ഖബറും മുസ്തഇലുൻ നാറാ, ഫൈദാ ഖബറും മുസ്തഇലുൻ നാറാ. ഖബർ മുഴുവനും തീ പടർന്ന് പിടിച്ചിരിക്കുകയാ. ഖബർ മുഴുവനും തീ ഇങ്ങനെ ആളിപ്പടരുകയാ. ഫസവ്വറൽ ഖബറ, ഖേദിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഖബറിനെ അവിടെ തന്നെ മൂടി വെക്കുകയാ. എന്നിട്ട് വീട്ടിലേക്ക് ചെന്നുകൊണ്ട് മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മാ, എന്റെ സഹോദരി ഏത് രൂപത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്റെ പെങ്ങള് ഏത് കോലത്തിലാണ് ജീവിച്ചിരുന്നത് എന്നെനിക്ക് പറഞ്ഞു തരുമോ ഉമ്മാ എന്ന് ചോദിക്കുന്ന സമയത്തതാ ഉമ്മ തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് മോനെ നീ എങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ പെങ്ങളങ്ങ് മരണപ്പെട്ടു പോയല്ലോ, നിന്റെ പെങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ഇനി നിനക്കതറിഞ്ഞുകൊണ്ട് എന്തു നേട്ടമാ, എന്തു ഉപകാരമാണ് പൊന്നുമോനെ എന്ന് ചോദിക്കുന്ന സമയത്തതാ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ സഹോദരിയുടെ ഖബർ മുഴുവനും തീയാണ് ഉമ്മ, എന്റെ സഹോദരിയുടെ ഖബർ മുഴുവനും തീ ഇങ്ങനെ ആളിപ്പടർന്നിരിക്കുകയാണ് ഉമ്മ. ഇത്രമാത്രം ഭയാനകരമായ ശിക്ഷകളെ ഏറ്റുവാങ്ങാൻ എന്റെ പെങ്ങളെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ ഉമ്മ എന്ന് ചോദിക്കുന്ന സമയത്തതാ ഉമ്മയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറുപടി പറയുകയാണ്, കാനത്തു അഖിറുസ്സലാ, നിസ്കാരം ഒരു കാരണവുമില്ലാതെ പിന്തിക്കുന്നവളായിരുന്നു നിന്റെ പെങ്ങളെ. മാത്രമല്ല അയൽപ്പക്കക്കാരുടെ വീടിലേക്ക് ചെല്ലും, എന്നിട്ട് ആ വീടിന്റെ ഉമ്മറത്ത് ചെന്നിട്ട് അവരുടെ വാതിൽക്കൽ ചെവി വെച്ചു നോക്കും. എന്തിനാണെന്നറിയുമോ? ആ വീടിന്റെ വാതിൽക്കൽ ചെവി വെച്ചു നോക്കിയിട്ട് ആ വീട്ടുകാരുടെ രഹസ്യ പരസ്യങ്ങൾ ചോർത്തുന്ന പണിയും നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് ആ മാതാവ് സമ്മതിച്ചതായി ബഹുമാനപ്പെട്ട അംറു ബിനു ദീനാർ റളിയല്ലാഹു തആല അൻഹു അനുഭവം വിശദീകരിക്കുകയാ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാഫ് ചെയ്യടേ തമ്പുരാനെ. ഇത്തരത്തിലുള്ള വല്ല കേസുകളിലും ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ അല്ലാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അതുപോലെ തന്നെ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയൊരു കഥ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആ മദീന വഴിയിൽ ഹജ്ജിന് പോവുകയാണ്. അങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് അവരിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി, ഒരാൾ മരിച്ചുപോയി. അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിക്കുകയാണ്. അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ചപ്പോ ഫലമ്മാ ഫറഗ്നാ മിൻ ലഅദി, സുബ്ഹാനല്ലാഹ്,
ആ ഖബറിനകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സർപ്പത്തിനെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങൾ മറ്റൊരു ഭാഗത്ത് ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. വേറൊരു ഭാഗത്ത് ഖബർ കുഴിച്ചു, അവിടെയും ഇതേ ഭീമാകാരനായ സർപ്പം. എന്തു ചെയ്യണം? എല്ലാവർക്കും വല്ലാത്ത പരിഭ്രാന്തിയായി. എന്നിട്ടെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഇബ്നു അബ്ബാസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഒരുപാട് ആളുകൾ ഈ മദീന വഴി ഹജ്ജിന് പോവുകയാ. അങ്ങനെ ഞങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഞങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി ഞങ്ങളോട് വിട പറഞ്ഞു. തങ്ങളെ, അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടി എവിടെ ഞങ്ങൾ ഖബർ കുഴിച്ചാലും ആ ഖബറിനകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സർപ്പത്തിനെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വല്ല പരിഹാരവുമുണ്ടോ തങ്ങളെ? വല്ല നിവൃത്തിയുമുണ്ടോ തങ്ങളെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ ഖബറിനരികിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് പറയുകയാണ്, ഇദ്ഫിനൂഹു ഫീ ബഅലിഹാ, പാമ്പിന്റെ കൂടെ തന്നെയാ മനുഷ്യനെ നിങ്ങൾ മറവ് ചെയ്യുക. അല്ലാഹുവാണേ സത്യം, രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ ഈ ഭൂലോകത്ത് ആ മനുഷ്യന് എവിടെ നിങ്ങൾ ഖബർ കുഴിച്ചാലും ആ ഖബറിനകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഇതേ സർപ്പത്തിനെ നിങ്ങൾക്ക് എവിടെയും കാണേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ടതാ ആ മനുഷ്യനെ പാമ്പിന്റെ കൂടെ തന്നെ അങ്ങ് മറവ് ചെയ്യുകയാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തൊക്കെയുള്ള ഒരുപാട് ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് പണ്ട് കാലങ്ങളിൽ നടന്നു പോയത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കാലത്തും പണ്ട് കാലങ്ങളിലേക്കാളും ഈ കാലങ്ങളിൽ എത്ര ചെയ്യുന്നവരാണ്, എത്ര തെറ്റുകൾ ചെയ്യുന്നവരാണ് അധികരിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്കൊക്കെ ഖബർ കുഴിക്കുമ്പോൾ പാമ്പിനെ കാണാൻ കഴിയുന്നില്ല. അവർക്കൊക്കെ ഖബർ കുഴിക്കുമ്പോൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താ എന്ന് നിങ്ങൾ ചിലപ്പോ ചോദിച്ചേക്കാം. ഇതൊക്കെ നമുക്കതിനെ താങ്ങാൻ പറ്റുകയില്ല. പണ്ട് കാലങ്ങളിൽ മഹാന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലങ്ങളിൽ സംഭവിച്ചൊരു ചരിത്ര സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ കണ്ടാൽ തന്നെ അതിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റിയും നമുക്കുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ കച്ചവടക്കാരനെ പാമ്പിന്റെ കൂടെ തന്നെ മറവ് ചെയ്തു. അങ്ങനെ ഇയാള് മരിക്കുന്ന സമയത്ത് ബിസിനസ്സുകാരനാ, ഒരുപാട് പണമുണ്ട് കയ്യില്. അത് കൊടുക്കാൻ വേണ്ടി കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. മാതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുമോ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തുകയാണിത്, ഇതങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ കച്ചവട ശൈലി എങ്ങനെയായിരുന്നു? അപ്പൊ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ കച്ചവട ശൈലി എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഗോതമ്പ് ചാക്ക് കൊണ്ടുപോകും. കടയിലേക്ക് പോകുമ്പോ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും ഗോതമ്പ് ചാക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്നുള്ളൊരു ഭാഗം വെട്ടിയെടുക്കും, കീറിയെടുക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആ ദിവസത്തിലേക്ക് ആവശ്യമായ ഭക്ഷണം അതിൽ നിന്നും വാരിയെടുക്കും. പകരം അതിൽ ചെറിയ ചെറിയ കല്ലുകൾ വാരിയിടുന്ന സ്വഭാവം എന്റെ ഭർത്താവിനുണ്ടായിരുന്നു എന്ന് ആ ഭാര്യ സമ്മതിച്ചതായി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അനുഭവം വിശദീകരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, അബ്ദുല്ലാഹിൽ മറാത്ത് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ട്, ചങ്ങാതിയുണ്ട്, ഒരു സഹചാരിയുണ്ട്. പെട്ടെന്നൊരു ദിവസത്തില് നല്ല ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന, നല്ല നിസ്കാര തയമ്പൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനുണ്ട്, ഇബ്നു അബ്ബാസ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മറാത്ത് റളിയല്ലാഹു തആല അൻഹുവിന് അതുപോലെയുള്ള ഒരു ചങ്ങാതിയുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ചങ്ങാതി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മറാത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിച്ചു, റബ്ബേ, നമസ്കാരമുണ്ടായിരുന്ന, നോമ്പുണ്ടായിരുന്ന, നമസ്കാരത്തയമ്പുണ്ടായിരുന്ന, ഹജ്ജുണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടുന്ന് വിട പറഞ്ഞു. അല്ലാ, എന്റെ സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് കാട്ടിത്തരുമോ പടച്ചോനെ? എന്റെ സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് കാട്ടിത്തരുമോ അല്ലാ? അബ്ദുല്ലാഹിൽ മറാത്ത് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിക്കുകയാണ്. ചോദിച്ചറിയാതെ ഉറങ്ങിപ്പോയി അബ്ദുല്ലാഹിൽ മറാത്ത് റളിയല്ലാഹു തആല
തആല അൻഹു സ്വപ്നത്തിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണുകയാ. തന്റെ കൂട്ടുകാരനെ കാണുമ്പോഴോ അവിടുത്തെ മുഖത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞുണങ്ങി പോയിരിക്കുകയാ. അവിടുന്ന് അതാ പടച്ചവനോട് ചോദിച്ചു, റബ്ബേ, നോമ്പുണ്ടായിരുന്ന, സകാത്തുണ്ടായിരുന്ന, ഹജ്ജുണ്ടായിരുന്ന, സദഖയുണ്ടായിരുന്ന, പാവപ്പെട്ടവര് വന്നാലൊന്നും കൊടുക്കാതെ പറഞ്ഞു വിടാത്ത ഈ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് അറിയിക്കുമോ അല്ലാ? ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി വീണ്ടും പടച്ച തമ്പുരാനെ കാട്ടിക്കൊടുക്കുകയാണ്. അല്ലയോ അബ്ദുല്ലാഹിൽ മറാദ് തങ്ങളെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ, നിങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിച്ചിരിക്കുകയാ. ഇവൻ നമസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഇവൻ നോമ്പെടുക്കുന്നവനായിരുന്നല്ലോ, ഇവൻ സകാത്ത് കൊടുക്കുന്നവനായിരുന്നല്ലോ, ഇവൻ സദഖ ചെയ്യുന്നവനായിരുന്നല്ലോ. പക്ഷേ ഒരു കാര്യം മാത്രം ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വഴിയോരത്ത് കൂടി ഒരു പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിനെ നോക്കുന്ന പതിവ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു. മറാത്ത് തങ്ങളെ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് പറയുന്നത്. എന്തുകൊണ്ടോ പ്രിയപ്പെട്ടവരെ മുഖത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞുണങ്ങിപ്പോയത്? ഈ മനുഷ്യന് പറയുന്ന മറാത്ത് തങ്ങളെ, ഇങ്ങനെ ഒരു ഹറാമന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്ത കാരണത്താൽ പടച്ചവൻ നരകത്തിൽ നിന്നൊരു തീക്കട്ട, ഒരു തീക്കരളി എല്ലാ ദിവസവും എന്റെ മുഖത്തേക്ക് വലിച്ചെറിയും തങ്ങളെ, എന്റെ മുഖത്തേക്ക് വലിച്ചെറിയും തങ്ങളെ. സഹോദരാ, പഠിച്ചോ, എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 16ഉം 17ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടല്ലോ. കോളേജിലേക്കൊന്ന് കടന്നു പോകുമ്പോ ഈ കാണുന്നത് പോരാഞ്ഞിട്ട് തന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരനെ കൂടി വിളിച്ചിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ തൊലിവിളപ്പുള്ള പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കുന്ന നാടൻ കെട്ട ചെറുപ്പക്കാരാ, വേണ്ട മോനെ വേണ്ട, നാളെ മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്ത് മടങ്ങിക്കോ, മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്ത് മടങ്ങുക, അതല്ലാതെ വേറെ നിർവാഹമില്ല, വേറെ വഴിയിൽ. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുക. അതാണ് നമ്മുടെ സിറാത്തുൽ മുസ്തഖീമായ മാർഗം, അതാണ് നമ്മുടെ സിറാത്തുൽ മുസ്തഖീമായ വഴി. അത്തരക്കാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. അദ്ദേഹം താമസിച്ചത് ഖുറാസാനിലെ ആമദിൽ. ഖുറാസാനിലെ ആമദിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി താമസിച്ചത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തോട്ടത്തിലേക്ക്, മയ്യിത്തിനെ മറവ് ചെയ്യുന്ന ഭാഗത്തേക്ക്, ഖബർസ്ഥാനിലേക്ക് ചെന്നപ്പോ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ഖബറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഖബർസ്ഥാനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഫൈദാ ബിഖബരിൻ മിൻഹാ വഹുവ ജംറത്തു നാർ, തീകട്ട പോലെ ആളിക്കത്തുന്ന ഒരു ഖബർ കണ്ടു. മഹാനായ മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ മുസ്ലിം ലോകം നല്ല വിവരവും സാലിഹായ അമലും ചെയ്ത മഹാനെന്ന് വെളിപ്പെടുത്തിയ മഹാന്മാരാണ്. അവരുടെ വാക്കുകൾ പിന്നെ സംശയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള മഹാന്മാർ മഹത്തുക്കൾ അനുഭവം വിശദീകരിച്ചു തരികയാണ്. ഖുറാസാനിലെ ആമദിലുള്ള പ്രവിശാലമായ ഒരു ഖബർസ്ഥാനില് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തതാ തീജാല ഇങ്ങനെ ഖബറിൽ നിന്നും ഇങ്ങനെ തീകട്ട പോലെ ഉയർന്നു വരികയാ. തീ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു നിൽക്കുകയാ. ആ സമയത്തതാ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കണ്ണുകൾ ഇങ്ങനെ തടവിയിട്ട് നോക്കുകയാ. അനനായിമുൻ ഞാൻ ഉറങ്ങുകയാണോ, ഞാൻ ഉണർന്നിരിക്കുകയാണോ? എന്താണ് അല്ലാ ഞാനീ കാണുന്നത്? ഒരു ഖബർസ്ഥാനുള്ള തീജാലയാണ് ഞാനീ കാണുന്നത്. ആ ഖബറിന്റെ മധ്യഭാഗത്ത് മയ്യിത്ത്
കിടപ്പുണ്ട്. ആ മയ്യത്തിന് ഒരുപാട് തീഗോളങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാ, തീയിലിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതാ റഹ്മാനായ അല്ലാ, എനിക്ക് നീ മാപ്പ് തരണേ തമ്പുരാനെ, എന്നോട് നീ പൊറുക്കണേ അല്ലാ. മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലാത്ത പേടിയാവുകയാ, വല്ലാത്ത പേടിയാവുകയാ. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാ. ഭക്ഷണം കഴിക്കാൻ കൊടുത്തു, ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിക്കാൻ കൊടുത്തു, എനിക്ക് ആ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ പേടിയാവുകയാ. റഹ്മാനായ അല്ലാ, നീ എന്തൊരു കാഴ്ചയാണ് അല്ലാ എനിക്ക് കാണിച്ചു തന്നത്, നീ എന്തൊരു ദൃശ്യമാണ് പടച്ചവരെ എനിക്ക് നീ കാട്ടിത്തന്നത്. അല്ലാഹുവേ, എന്നോട് നീ പൊറുക്കണേ അല്ലാ, എന്നോട് നീ പൊറുക്കണേ റഹ്മാനെ, എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുത്തു തരണേ അല്ലാ. മുഹമ്മദ് ബിൻ റസീസുൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബന്ധപ്പെട്ടവര് ബക്കറ്റുമായി വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നല്ലൊരു സംഭാവന അതിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഭാവനകളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഖബറിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് അനുകൂലമായി, നമുക്ക് അനുഗുണമായി സാക്ഷി നിൽക്കുന്ന ദാനധർമ്മങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ സ്വതക്ക ചെയ്യണം. സ്വതക്ക കാണിക്കാനുള്ള മടിയൊക്കെ ഒന്ന് ഒഴിവാക്കണം. സ്വതക്ക ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവർക്കും വല്ലാത്ത മടിയാണ്. എന്റെ കയ്യിലുള്ള പണം കുറഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരു പേടിയാണ്. ഒരിക്കലും ഭയം വേണ്ട. സ്വതക്ക ധനത്തിനെ കുറയ്ക്കുകയില്ല എന്ന പ്രവാചക അധ്യാപനമാണ്, പ്രവാചക പ്രഖ്യാപനമാണ്. അതുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തോറ്റുപോകണ്ട. സ്വതക്ക ചെയ്യാൻ ആരും മടി കാണിക്കണ്ട. പണ്ടൊരു നാട്ടിലൊരു ഭർത്താവും ഭാര്യ ഉണ്ടായിരുന്നു. 6 പിശുക്കന്മാരായ 2 പേരും ഒരാൾക്കൊരു നയാ പൈസ പോലും കൊടുക്കൂല എന്ന് മാത്രമല്ല, വന്നവരെ ആട്ടി ഓടിക്കുകയും ചെയ്യും. അതാണ് അവരുടെ പതിവ്. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ഒരിക്കൽ ഒരു യാചകൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഒരു ഭിക്ഷക്കാരൻ കടന്നു വരികയാണ്. ആ സമയത്ത് ഭർത്താവ് വേഗം വീട്ടിനകത്തേ കയറി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഒരുത്തൻ ഈ വഴി വരുന്നുണ്ട്, അവനെങ്ങാനും വന്നു കഴിഞ്ഞാ നമ്മുടെ കാര്യം വളരെയധികം കഷ്ടം തന്നെ, നമ്മുടെ കാര്യം വളരെ കട്ടപ്പുഹയാണ്. അതുകൊണ്ട് ഞാനൊരു ഉപായം പറയാം, ഞാനൊരു ബുദ്ധി പ്രയോഗിക്കാം, അതുപോലെ നീ ശബ്ദമുണ്ടാക്കണം. ഞാൻ നിന്നെ ശക്തമായി അടിക്കുന്നത് പോലെയുള്ള, മർദ്ദിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കും. അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ആ സമയത്ത് നീ ഇങ്ങനെ ആർത്തട്ടഹസിക്കണം, എന്നെ കൊല്ലുന്നേ, എന്നെ തല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ആർത്തട്ടഹസിക്കണം. ഞാനിങ്ങനെ നിന്നെ വല്ലാതെ മർദ്ദിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കും. ആ സമയത്ത് നീ ഇതുപോലെയുള്ള സൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ ഭാര്യ സമ്മതിച്ചു. അങ്ങനെ ഭിക്ഷക്കാരൻ കടന്നു വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോ ഇവർ 2 പേരും പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ പറഞ്ഞതുപോലെ ആളെ ഒന്നും കാണാനില്ല. ആള് കാലി, ഭിക്ഷക്കാരനെ കാണാനില്ല. അപ്പം ഭർത്താവ് പറയാം, ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ തയ്യാറാക്കിയ ഈ ബുദ്ധി ഉപായം എങ്ങനെയുണ്ട്, ഞാൻ നിന്നെ ശക്തിയായി അടിക്കുന്നത് പോലെയാക്കിയത് എങ്ങനെയുണ്ട്? ആ സമയത്ത് ഭാര്യ പറയുകയാണ്, ഞാൻ ശക്തിയായി നല്ല ഉറക്കെയുള്ള ശബ്ദത്തിൽ കരഞ്ഞതുപോലെയാക്കിയത് എങ്ങനെയുണ്ട്? ആ സമയത്താണ് അപ്പുറത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഞാൻ ഒളിച്ചു നിന്നത് പോലാക്കിയത് എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? അപ്പോ ഇവരൊന്നും കാണാതെ ആ ഭിക്ഷക്കാരൻ ആ വീട്ടിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു. അതിവരെ കണ്ടിട്ടില്ല. നമ്മുടെ അവസ്ഥയും ഇതാണ്. ആരെങ്കിലും പാവപ്പെട്ടവര് വന്ന് ആ വീടിന്റെ വാതിലങ്ങ് കൊട്ടിയടക്കും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിടും, പോയിക്കോ ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടെ പൈസ ഒന്നുമില്ല. ചില ആള് പറയും, എനിക്കൊന്നുമില്ല, എന്റെ കയ്യിലെല്ലാം കാലിയാണ്, ഇവിടെ ഒന്നുമില്ല മോനെ പറയും. അങ്ങനെയാണ് ചില ഉമ്മമാരൊക്കെ, വയസ്സന്മാരൊക്കെ അങ്ങനെയാണ്, എന്റെ കയ്യിലൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു നടക്കുക. എന്തെങ്കിലും കൊടുക്കാനുള്ള വല്ലതും കയ്യിൽ നിൽക്കുക. കൊടുക്കാതിരുന്നിങ്ങനെ പിശുക്ക് കാണിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മുടെ പോക്കറ്റിലൊക്കെ നിൽക്കുക? നല്ല സ്വതക്ക ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ സ്വതക്ക തേടി എത്തിയിട്ടുണ്ട്. നമ്മുടെ മതക്കാരിൽപ്പെട്ടവരല്ല, മറ്റുള്ള ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവര് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സഹായം തേടി എത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രത്തിലുടനീളം പരിശോധിച്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് തന്റെ കൈ മുഴുവനും പൊള്ളിയതായ നിലയ്ക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. ഒരു പെണ്ണിങ്ങനെ കടന്നു വരികയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ഒരു പെണ്ണിങ്ങനെ വരികയാണ്. കൈ മുഴുവനും ഇങ്ങനെ പൊള്ളിപ്പോയിട്ടുണ്ട്, മരവിച്ചു പോയിട്ടുണ്ട്.
ആ സമയത്താണ് ഈ പെണ്ണിങ്ങനെ കടന്നു വന്നിട്ട് ആയിഷ ബീവിയോട് പറയുകയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താണ് സംഭവം, എന്താണ് ഇതിന്റെ ഗൗരവം, എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താണ് ഇതിന്റെ ഗൗരവം, എന്താണ് ആയിഷ ബീവി ചോദിക്കുകയാണ്. എന്താണ് പൊന്നുമോളെ നിന്റെ കൈയിന് പറ്റിയത്, നിന്റെ കയ്യിന് എന്താണ് പറ്റിയത്? കയ്യാകെ പൊള്ളി പോയിരിക്കുകയാണ്, മരവിച്ചു പോയിരിക്കുകയാ. നിന്റെ കയ്യിന് എന്താണ് പറ്റിയത് പൊന്നുമോളെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാണ്, ഇതിന്റെ കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇന്ന അബീ കാന റജുലൻ സംഹാ, എന്റെ പിതാവ് നല്ല ദാനധർമ്മം ചെയ്യുന്നയാളായിരുന്നു. എന്റെ പിതാവ് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്റെ മാതാവ് മരണപ്പെട്ടു പോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം എന്റെ ഉപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അങ്ങനെ എന്റെ മാതാപിതാക്കൾ എന്നോട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഞാൻ എന്റെ സ്വപ്നത്തിൽ എന്റെ പിതാവിനെ കണ്ടു. എന്റെ പിതാവിനെ ഞാൻ സ്വപ്ന ദർശനം നടത്തി. കഴിഞ്ഞ രാത്രിയില് എന്റെ ഉപ്പ നിൽക്കുന്നത് മനോഹരമായ ഒരു ജലാശയത്തിനടുത്ത. എന്റെ ഉപ്പ നിൽക്കുന്നത് വളരെ സന്തോഷപരമായ മനസ്സോടെയാണ്. എന്റെ ഉപ്പയുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും ആ ജലാശയത്തിൽ നിന്നും വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഞാൻ ബാപ്പയോട് ചോദിച്ചു, ബാപ്പാ ഐന ഉമ്മി ഐന ഉമ്മി യാ അബീ, എന്റെ ഉമ്മയെവിടെ പോയി, എന്റെ ഉമ്മയെവിടെ പോയി ബാപ്പാ? എന്റെ ഉമ്മയെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളൊക്കെ ഇത്ര വലിയ പോസ്റ്റിലിരിക്കുമ്പോ, നിങ്ങൾക്കെല്ലാവർക്കും ഇത്ര വലിയ പദവി ലഭിച്ചപ്പോ എന്റെ മാതാവിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മ എവിടെയാണ് പോയത്? എന്റെ ഉമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ ബാപ്പാ എന്ന് ചോദിക്കുന്ന സമയത്തതാ ബാപ്പ പറയുകയാണ്, ഉന്നുരേ ബിന്തി, അങ്ങോട്ട് നോക്കൂ എന്റെ പൊന്നുമോളെ, അങ്ങോട്ട് നോക്കൂ എന്റെ പൊന്നുമോളെ. അതാ നിന്റെ ഉമ്മ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ എന്റെ ഉമ്മ ഇരിക്കുന്നത് ഒരു ചെറിയ തുണിക്കഷ്ണത്തിന് മേലിലാ. എന്റെ ഉമ്മ ഇരിക്കുന്നത് ചെറിയൊരു വസ്ത്രത്തിന്റെ മേലിലാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ബാപ്പയോട് ചോദിച്ചു, ഞാൻ ആ സമയത്ത് ഉപ്പയോട് ചോദിച്ചു, ബാപ്പാ എന്റെ ഉമ്മാക്ക് ഇത്രയും കഠോരമായ അവസ്ഥ ലഭിക്കാനുള്ള കാരണം എന്താ? നിങ്ങളെല്ലാവരും നല്ല പദവിയിലാണ്, നല്ല സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. എന്റെ ഉമ്മാക്ക് ഈ തുണിക്കശനത്തിലിരിക്കാനുള്ള കാരണം എന്താണ്? ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ബാപ്പ പറയുകയാണ്, മോളെ നിന്റെ ഉമ്മ ഒരാൾക്കും ഒരു നയാ പൈസ പോലും കൊടുക്കൂ